ഓരോ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത് അവർ വിളിക്കേണ്ട മുദ്രാവാക്യം സംബന്ധിച്ചിടത്തോളം. CPM പറയാൻ വേണ്ടി പറ്റില്ലല്ലോ CPI ഇന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം. എന്തായാലും CPM വിളിക്കുന്നില്ല. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, എന്തായാലും CPIക്കെതിരെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി, ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലാണ് CPI ദേശീയ പതാക ഉയർത്തുകയും അതിനുശേഷം ഭാരത് മാതാ കി ജയ് വിളിക്കുകയും ചെയ്തത്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും അതിനാണ് ഇപ്പോൾ പ്രധാനമായും മന്ത്രി വി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ CPI ഈ പതാക ഉയർത്തിയതിനു ശേഷം ഭാരത് മാതാ കി ജയ് വിളിച്ചിരുന്നു. സാധാരണയായി ഭാരത് മാതാ കി ജയ് വിളിക്കുക RSSO BJPയോ സംഘടിപ്പിക്കുന്ന പരിപാടികളിലാണ്. ആ പരിപാടിക്ക് ശേഷവും പരിപാടിയോടനുബന്ധിച്ചുമൊക്കെ അവർ ഇത്തരത്തിൽ ഭാരത് മാതാ കി ജയ് വിളിക്കാറുണ്ട്. ആ ഒരു മുദ്രാവാക്യം CPIയുടെ പരിപാടിയിൽ വിളിച്ചതിനെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയർന്നു വരുന്നത്. എന്തായാലും CPM അതിനെ ഒരു തള്ളുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നിലപാട് വ്യക്തമാക്കുന്ന തരത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പ്രതികരിച്ചു. എന്തായാലും ഓരോ പാർട്ടിക്കും അവരുടേതായ മുദ്രാവാക്യം ഉണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. അവർ എന്ത് വിളിക്കണം, അതായത് CPI എന്ത് മുദ്രാവാക്യം വിളിക്കണമെന്ന് CPMന് പറയാൻ കഴിയില്ലല്ലോ എന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നു. എന്തായാലും CPM അങ്ങനെ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ തരത്തിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ശരി ചന്തു, CPI ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിച്ചതിനെതിരെയാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.